ശ്രീ പ്രിൻറ്റു, ഇപ്പോൾ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറത്തു വന്നിരിക്കുകയാണ്. 370 സീറ്റിൽ തനിച്ച് BJP 370 സീറ്റ് നേടും. 400+ എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് നിലവിൽ ഈ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ 70 സീറ്റുകൾ കൂടി BJPക്ക് ആവശ്യമുണ്ട്. അതായത് ദക്ഷിണേന്ത്യ ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ നിന്നും കൂടി ഉള്ള സീറ്റുകൾ സമാഹരിക്കപ്പെട്ടാൽ മാത്രമാണ് ഈ വലിയൊരു ലക്ഷ്യത്തിലേക്ക് BJPക്ക് എത്താൻ കഴിയുകയുള്ളൂ. പക്ഷെ നോക്കൂ, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ ആന്ധ്ര, തമിഴ്നാട്, കേരളം സമ്പൂജ്യമാണ്. ഈ 84 സീറ്റുകളാണ് ഈ 3 സംസ്ഥാനങ്ങളിലായിട്ടുള്ളത്. ഇവിടെയെല്ലാം സമ്പൂജ്യമാണ്. ഒപ്പമാണ് അത്തരത്തിൽ ഒരു ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ശോഭാ കരന്ദലജയെ പോലുള്ള ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണം നടത്തുന്ന നേതാക്കളും. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇന്നത്തെ ഒരു അവസ്ഥയിൽ? തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നേരിടാൻ പോകുന്നത്. നമുക്കറിയാം, മോഡി സർക്കാർ ആദ്യമായിട്ട് വരുന്ന സമയത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം 282 സീറ്റാണ് BJP നേടിയത്. അങ്ങനെ കേവല ഭൂരിപക്ഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ചരിത്രത്തിൽ ഒരൊറ്റകക്ഷി ഭരണത്തിലേക്ക് രാജ്യം മാറി. പിന്നീട് നരേന്ദ്രമോദി രണ്ടാം ഘട്ടത്തിൽ വരുന്ന സമയത്ത് 303 സീറ്റുകൾ നേടിക്കൊണ്ടാണ് BJP അധികാരത്തിൽ വരുന്നത്. സ്വാഭാവികമായിട്ട് ഇന്ന് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് NDA 400 സീറ്റും 350+ BJP എന്ന രീതിയിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയമായിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നു. സ്വാഭാവികമായിട്ട് ഒരു വലിയൊരു പ്രസ്ഥാനമാണല്ലോ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചില്ല എന്ന് അങ്ങ് പറഞ്ഞു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അടിസ്ഥാന ഇലക്ഷൻ പ്രവർത്തനം 2 വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് BJP. പ്രത്യേകിച്ച് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ, നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുടെ ഗുണഭോക്താക്കളെ നേരിട്ട് കണ്ട് ഈ രാജ്യത്തിൻ്റെ വികസന നേട്ടത്തിൽ പങ്കാളികളാക്കുന്ന പദ്ധതികൾ, അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസമുള്ള തെരഞ്ഞെടുപ്പാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണേന്ത്യയിൽ ഇത്തവണ BJP അട്ടിമറി വിജയങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ സമ്പൂജ്യരാണെന്ന് പറയുമ്പോഴും ദക്ഷിണേന്ത്യയിലെ കർണാടകത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ 25 സീറ്റുകൾ നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ തവണ BJPക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ പോകുന്നത് കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ 82 സീറ്റിനകത്ത് ഭൂരിപക്ഷം 50 സീറ്റിലധികം BJP നേടും. BJPയും സഖ്യകക്ഷികളും ഇപ്പോൾ നമ്മുടെ ആന്ധ്രാപ്രദേശിലടക്കം നല്ല ജനസ്വാധീനമുള്ള സഖ്യകക്ഷികൾ വീണ്ടും BJPയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ദക്ഷിണേന്ത്യയിലടക്കം വലിയ രീതിയിലുള്ള മുന്നേറ്റം BJPക്ക് ഉണ്ടാവും. അത് ഞങ്ങൾ ഈ പറയുന്ന ലക്ഷ്യത്തിലെത്താൻ ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ രാജ്യത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, ദരിദ്രർ, കർഷകർ, യുവാക്കൾ, ഇവർക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ ഈ രാജ്യത്തെ വികസനത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് വികസിത ഭാരതം എന്ന് പറയുന്ന ഞങ്ങൾ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിലേക്ക് ഈ രാജ്യം മാറിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. സ്വാഭാവികമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ രാജ്യം കീറാമുട്ടികളായിട്ട് എല്ലാ കാലഘട്ടത്തിലും കീറാമുട്ടിയായി നിന്നിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കാശ്മീരിലെ 370, അതുപോലെ തന്നെ CAA, അതോടൊപ്പം തന്നെ നമ്മുടെ മുത്തലാഖ്, അതുപോലെ തന്നെ 33% സംവരണം തുടങ്ങിയിട്ടുള്ള ഈ രാജ്യം ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളെയും സാധ്യമാക്കിയിട്ടുള്ള ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങളുടെ പെർഫോമൻസ് തന്നെയാണ്. സ്വാഭാവികമായിട്ട് ജനങ്ങളാണല്ലോ വിധികർത്താക്കൾ. സ്വാഭാവികമായും ജനങ്ങളാണ് വിധികർത്താക്കൾ. ഈ ദക്ഷിണേന്ത്യയിലെ 2 സംസ്ഥാനങ്ങളെ അങ്ങേയറ്റം അപഹസിക്കുന്നതിലൂടെ നിങ്ങളുടെ നേതാവ് ശോഭാ കരന്ദലജെ ലക്ഷ്യമിട്ടത് എന്താണ്? ഈ മലയാളികളെല്ലാം അവിടെ കർണാടകയിൽ പോയി അവിടെ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നവരും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള എല്ലാവരും രാമേശ്വര സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് പറയുന്നത്, ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നവരുമാണ് എന്നൊക്കെ പറഞ്ഞ ഒരു സംസ്ഥാനത്തെ 2 സംസ്ഥാനങ്ങളിലെ മുഴുവൻ ആളുകളെയും നിങ്ങൾ അപഹസിക്കുകയാണ്. അതിനെതിരെ ഒരു എതിർ ശബ്ദം പോലും, അവരെ ഒന്ന് തിരുത്താൻ പോലും നിങ്ങളുടെ നേതൃത്വം തയ്യാറാകുന്നില്ല. ഈ വലിയ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ദക്ഷിണേന്ത്യ നിങ്ങളുടെ വലിയ ലക്ഷ്യമാണ് എന്ന് പറയുന്നു. പക്ഷേ മലയാളികളെയും അതുപോലെ തമിഴ് ജനതയെയും അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന ഒരു പരാമർശം ഉണ്ടായിട്ടും ഒരക്ഷരം പോലും നിങ്ങളുടെ നേതൃത്വം അവരെ തിരുത്താൻ തയ്യാറായില്ലല്ലോ. അല്ല, അതിനകത്ത് കൃത്യമായിട്ട് അവരുടെ പ്രസംഗത്തിൽ നിന്ന് ചില അടർത്തിയെടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം സ്വാഭാവികമായിട്ട് ശോഭാ കരന്ദലയ്ക്ക് ആരോപണങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. അത് ശോഭാ കരന്ദലയുടെ വ്യക്തിപരമായിട്ടുള്ള ആരോപണമാണ്. അതിനകത്ത് അവർ കൃത്യമായിട്ട് മാപ്പ് പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം വേണമല്ലോ മാപ്പ് പറഞ്ഞല്ലോ. മാപ്പ് പറഞ്ഞതോടുകൂടിയിട്ട് ആ സംഭവം ഒരു ഇഷ്യൂ ആയി അത് കൊണ്ടുവന്നപ്പോൾ
തമിഴ് ജനതയോട് മാപ്പ് പറയാനല്ല പറഞ്ഞത്, തെറ്റിപ്പോയി, അത്തരത്തിൽ ഉദ്ദേശിച്ചില്ല എന്നൊരു പരാമർശം നടത്തി. പക്ഷേ കേരളത്തെക്കുറിച്ച് പറഞ്ഞതോ, നിങ്ങൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന നേതാക്കളാണ്, ഇവിടുത്തെ മലയാളികളെല്ലാം അവിടെ ബാംഗ്ലൂർ കർണാടകയിൽ പോയി പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുക? അല്ല, ശോഭാ കരന്തലെ കൃത്യമായിട്ട് പറഞ്ഞത് മതഭീകരവാദ ശക്തികൾ നടത്തുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതിൽ മലയാളികളായിട്ടുള്ള ആളുകളുടെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ മലയാളികളായവരുടെ എത്രത്തോളമാണ് അതിൽ സ്വാധീനമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമായിട്ട്. അത് മാത്രമല്ല പറഞ്ഞത്, ഈ സിറിയയിലേക്ക് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പെൺകുട്ടികളെ മതമാറ്റത്തിന് കൊണ്ടുപോയ കാര്യങ്ങളടക്കം അവരത് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വരികളെയും വാക്കുകളെയും മാത്രം അടർത്തിയെടുത്ത് വിവാദം സൃഷ്ടിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ശോഭാ കരന്തലെ ഒരു പാർട്ടിയുടെ നിലപാടായിട്ട് കാണാൻ പറ്റില്ല. അവർ സംസാരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള ഒരു നിലപാടായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ.